സ്വപ്നം അത് യാഥാർത്ഥ്യമാകുമ്പോഴാണ് നാം ജീവിതത്തോട് നീതി പുലർത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്വപ്ന ഡേവിഡ്. ഒരു ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണൽ അംഗമായ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിലും പ്രവർത്തിച്ചു വരുന്നു. ശാരീരികമായ പരിമിതികൾ മൂലം അപ്രാപ്യം എന്ന് കരുതിയ ഒരു സ്വപ്നം പലർക്കും ഒരു തമാശ ആയിരിക്കാം, പക്ഷെ എനിക്ക് ഇത് സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളും പൂവണിയട്ടെ. ആശംസകൾ. നിങ്ങളുടെ സ്വർഗരാജ്യം, ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ ഈ ഒരു സംഭാഷണം മലയാളിക്ക് മനഃപാഠമാണ്. അതെ, കൂടുമ്പോൾ ഇമ്പമുള്ളതായ കുടുംബത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു മലയാളി. എന്നാൽ നമ്മുടെ തലമുറ പറയുന്നു അവർക്ക് കുടുംബമേ വേണ്ട എന്ന്. എന്തു സംഭവിച്ചു? നമുക്ക് കൈമുതലായി കാത്തു സൂക്ഷിച്ച നമ്മുടെ ജീവിത മൂല്യങ്ങൾ, നമ്മുടെ സംസ്കാരം എവിടെ നഷ്ടപ്പെട്ടു? 2 പതിറ്റാണ്ട് മുമ്പ് ഈ പ്രവാസ ലോകത്തേക്ക് ചേക്കേറിയ ഞാൻ എൻ്റെ ഭർത്താവിനും മകൾക്കുമൊപ്പം മാതാപിതാക്കളെയും ചേർത്ത് നിർത്തി. വാർദ്ധക്യ സജ്ജമായപ്പോൾ എൻ്റെ പിതാവ് മറവി രോഗത്താൽ ഏറെ ബുദ്ധിമുട്ടി. പലരും ഉപദേശിച്ചു നാട്ടിൽ ഒരു പാലിയേറ്റീവ് കെയറിലോ വൃദ്ധസദനത്തിലോ കൊണ്ടാക്കാൻ. പക്ഷേ 40-ലധികം വർഷം ഈ ദേശത്ത് പ്രവാസിയായി ജോലി ചെയ്ത എൻ്റെ പിതാവിനെ ചേർത്ത് നിർത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഞങ്ങളുടെ കൈകളിൽ നിന്ന് പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദുഃഖമുണ്ട്, പക്ഷേ ചാരിതാർത്ഥ്യമുണ്ട്. തനിച്ച് ഒരു പാലിയേറ്റീവ് കെയറിലോ വൃദ്ധസദനത്തിലോ അല്ല എൻ്റെ പിതാവ് അവസാന നാളുകൾ ചിലവഴിച്ചത് എന്ന്. നമ്മുടെ മക്കൾ, അവരുടെ ഭാവനകൾക്ക് അതിരുകളില്ല. അവർ പറക്കട്ടെ, അവരുടെ ചിറകുകൾക്ക് വിലങ്ങിടാതിരിക്കുക. പക്ഷേ അവരോട് പറയുക, 1000 വിഭവങ്ങൾ ആരു വിളമ്പീടിലും അവിടുത്തെ പാചോറിൻ തുല്യമാമോ. ഇത് അമ്മയുടെ മരണശേഷം സ്റ്റേറ്റസ് ഇടേണ്ട പാട്ടല്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ചെവിയിൽ പറയേണ്ടതാണെന്ന്. അവർ ലോകത്തെവിടെയും സഞ്ചരിക്കട്ടെ, പക്ഷേ ചൈനയിൽ ചെല്ലുമ്പോൾ ചൈനീസ് ആകാനും UK ചെല്ലുമ്പോൾ ഇംഗ്ലീഷുകാരനാകാനുമല്ല. എവിടെയായിരുന്നാലും, ലോകത്തെവിടെയായിരുന്നാലും നമ്മളുടെ സംസ്കാരം, ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മലയാളിയാകുവാൻ അവരെ പരിശീലിപ്പിക്കുക. നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ ദൃഢത, ഊഷ്മളത കുടുംബങ്ങളിൽ നിന്ന് അറിഞ്ഞവർ വളരണം. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി, നമ്മുടെ കുടുംബം സ്വർഗരാജ്യമാകും. ആശംസകൾ.